മനുഷ്യരുടെ അതിക്രമം കൊണ്ട് ഭൂമി നിറഞ്ഞപ്പോൾ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വഷളത്വം നിറഞ്ഞ ആ തലമുറയിൽ ദൈവം നോഹയെ നീതിമാനായി കണ്ടു. ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ നോഹയെയും കുടുംബത്തെയും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് മൃഗങ്ങളിലും നിന്നും പക്ഷികളിൽ നിന്നും ഈരണ്ട് മൃഗങ്ങളെ വെച്ച് ദൈവം പെട്ടകത്തിൽ കൂടി രക്ഷപ്പെടുത്തി. ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവർ മാത്രം ശേഷിച്ചു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞു തുടങ്ങി. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരം 2-ാം മാസം 15-ാം തീയതി പെട്ടകത്തിൽ കടന്ന നോഹയും കൂടെ ഉണ്ടായിരുന്നവരും തിരിച്ച് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്നത് നോഹയുടെ ആയുസിന്റെ 601-ാം സംവത്സരം 2-ാം മാസം 27-ാം തീയതിയാണ്. ഏകദേശം 1 വർഷം അവർ ആ പെട്ടകത്തിൽ പാർത്തു. അതിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ രസകരവും ചിന്തിപ്പിക്കുന്നതുമായ സംഭാഷണമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. നോഹയുടെ പെട്ടകത്തിലെ ഒരു ദിവസം. പുറത്ത് എന്താ നടക്കുന്നത് ഒരു പിടുത്തമില്ലല്ലോ. അത് എന്ന് തീരാ കഷ്ടപ്പാട്, ഇതൊരു അവസാനമല്ലേ? അതെന്താ ഇവരാള് ഒത്തിരി സന്തോഷം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പറ്റി? മൃഗങ്ങളോട് ആവലാതി പിടിച്ചിരിക്കാനും നിൽക്കാനും പറയാത്ത അവസ്ഥയിലാ തൻ്റെ ഒരു പാട്ട്. ദൈവം പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ പെട്ടകത്തിൽ കയറിയത്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ദൈവം പറഞ്ഞ 40 രാവും 40 പകലിനാ, അല്ലാണ്ട് 1 വർഷം നിൽക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതിലും ഭേദം പുറത്തു നിൽക്കുന്നതായിരുന്നു. പുറത്ത് എത്ര നല്ല ഫുഡുകളാ. കുറച്ച് എന്ത് വെറൈറ്റീസ് ഉണ്ട്. 3 ദിവസം 1 നേരം ഒരു ഫുഡ്. ദോഷം. നിങ്ങളിങ്ങനെ പെരുപെറുക്കാതെ. നമ്മൾ ഈ പെട്ടകത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ അവസാനം നമുക്കൊരു നിത്യ സന്തോഷമുണ്ട്. ഇതൊരു വെറും യാത്രയല്ല, ഇതൊരു വിശ്വാസ യാത്രയാണ്. ഏതായാലും എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഈ പെട്ടകത്തിൽ നിന്ന് രക്ഷപ്പെടും. എനിക്ക് വയ്യ എന്നും ഈ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ഒക്കെയായി ജീവിക്കാൻ. എനിക്ക് പുറത്തു പോയി ഒന്ന് ചില്ലാണ്. അയ്യോ, അങ്ങനെ പറയല്ലേ. അത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന അനുസരണക്കേടാണ്. നമ്മളുടെ രക്ഷയ്ക്കായിട്ടാണ് ദൈവം ഈ പെട്ടകം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയാതെ പുറത്തു പോകാൻ പാടില്ല. അത് നോഹിയപ്പച്ചനും വിഷമമാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് മുഖം കാണിച്ചോളാം. നിങ്ങൾ അറിഞ്ഞോ? എന്തുവാ? പുറത്തൊന്നുമില്ല, ജീവജാലങ്ങളില്ല, മരങ്ങളില്ല, ചെടികളില്ല, നമ്മുടെ കൂട്ടുകാരില്ല, ആരുമില്ല. നീ ഇതെങ്ങനെ അറിഞ്ഞു? പുറത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കിയപ്പച്ച് ജനലിൽ കൂടി നോക്കിയപ്പോൾ ഞാൻ സൈഡിൽ കൂടി ഒന്ന് നോക്കി. ഞെട്ടിപ്പോയി. പുറത്തൊന്നുമില്ല, എല്ലാവരും മരിച്ചു. വല്ലാത്ത ദുരന്തം. അയ്യോ, ഒരു അർഹതയില്ലാത്ത ദേവൻ ഇത്രയും കാലം രക്ഷിക്കായിരുന്നു. എന്നെക്കാട്ടിൽ എത്രയോ ശ്രേഷ്ഠമായ മൃഗങ്ങളുണ്ടായിരുന്നു. അവരെ ഒന്ന് തിരഞ്ഞെടുക്കാൻ ദേവൻ തിരഞ്ഞെടുത്തല്ലോ. ദൈവത്തിന്റെ കരുണ ഇതൊന്നും നീ അറിയാതെ പോയല്ലോ. ദൈവമേ, നിനക്കും വട്ടായ? ഈ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. ഇനി സന്ധ്യാസമയം കുടുംബ പ്രാർത്ഥനയ്ക്ക് നോഹപ്പൂബിനെ കാണാം. അതെ, ആനച്ചേട്ടനും ആനച്ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനും സ്ഥലം കിട്ടത്തില്ല. എന്താ കുഞ്ഞെ, നീ ഭയങ്കര ആലോചനയിലാണല്ലോ. അതോ അപ്പച്ച, ഹോസ്പിറ്റൽ പറഞ്ഞു പുറത്തെല്ലാം വെള്ളമാ. മരവും ചെടിയും ഒന്നുമില്ല, എല്ലാം ചത്തുപോയി. ഭൂമി കാണും ഇനിയും ഒരുപാട് നാളെടുക്കും. അതാണോ കാര്യം? അത് കുതിര കണ്ണുകൊണ്ട് കണ്ടിട്ട് വ്യാകുലപ്പെട്ടേന്റെ. കുഞ്ഞൊരു കാര്യം ചെയ്യും, ബൈബിള് തുറന്ന് 2 Corinthians 5:7 വായിക്കും. അതെ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കേണ്ടത്. അപ്പൊ നമ്മളടുത്ത് എന്താ ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിൽ ജീവിക്കണം അല്ലേ? അപ്പൊ നമുക്കിനി ആ വിശ്വാസം എവിടെ വരുന്നേ നോക്കിയാലോ.
ആരെങ്കിലും റോമൻസ് 10:23, 10:17 വായിക്കും. Faith comes from hearing the message, and the message is here through the word about Christ. അതെ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ഇനി ആ ക്രിസ്തുവിന്റെ വചനം എന്താ പറയുന്നത് നമുക്ക് നോക്കിയാലോ. ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതെ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അപ്പൊ നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഈ സന്ധ്യാസമയം അങ്ങയുടെ സന്നിധിയിൽ അയക്കുന്ന സമയത്തിനായി നന്ദി പറയുന്നു. ഈ സമയം വരെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ പെട്ടത്തിലായിരിക്കുമ്പോൾ ഭക്ഷിക്കാൻ വന്ന ആഹാരത്തിനായി നന്ദി പറയുന്നു. ഈ പെട്ടത്തിൽ ഞങ്ങൾ ഓർത്തതിനായി നന്ദി പറയുന്നു. ദൈവം ചെയ്ത ഓരോ ഉപഹാരങ്ങൾക്കും ഞങ്ങൾ